പ്രിയമുള്ളവരെ, ഇന്ന് 8 നോമ്പ് നൊവേനയുടെ 2ാം ദിവസമാണ്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി മാതാവിനോട് എന്തപേക്ഷിച്ചാലും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ മാതാവ് സാധിച്ചു തരും. വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പുത്രി, സ്നേഹമുള്ള മറിയം, നിത്യപിതാവ് നിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നു. കാരണം അവൻ്റെ പ്രിയപുത്രന് മനുഷ്യാവതാരമൊരുക്കുവാൻ പൂർണ്ണതയുള്ള ഒരു ഗേഹം നിന്നിൽ മെനയുകയായിരുന്നു. മറിയമേ, നിന്റെ ജനനം എൻ്റെ ആത്മാവിലും പാപങ്ങളോടുള്ള അവജ്ഞയും പുണ്യത്തിൽ പുരോഗമിക്കാനുള്ള താൽപ്പര്യവും നേടിത്തരട്ടെ. മറിയമേ, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഓ പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ ജനനം ലോകത്തിന് മുഴുവൻ സന്തോഷം വിളംബരം ചെയ്യുന്ന ഒരു സദ്വാർത്തയായിരുന്നല്ലോ. കാരണം നിന്നിൽ നിന്നാണല്ലോ ശാപങ്ങളെ നശിപ്പിക്കുന്ന, അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന, മരണത്തെ പരാജയപ്പെടുത്തുന്ന, നിത്യജീവൻ വാഗ്ദാനം ചെയ്ത നീതിസൂര്യനായ നമ്മുടെ ക്രിസ്തു മനുഷ്യരൂപം ധരിച്ചത്. ആ ദിവ്യസുതനെ വണങ്ങുന്ന ഞങ്ങളിൽ ജീവിത വിശുദ്ധിയും ലാളിത്യവും നിറയ്ക്കണമേ. നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം. സർവേശ്വരൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിന്റെ സ്വർഗീയ കൃപകൾക്ക് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് പ്രാരംഭമായ നസ്രേത്തിൻ്റെ ഒരു കന്യകയെ നിന്റെ പുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തുവല്ലോ. അവളുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന ഞങ്ങളിൽ ദൈവവചനത്തോടുള്ള വിധേയത്വവും കൂദാശകളോടുള്ള സ്നേഹവും രൂഢമൂലമാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ.